ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2 kg വെയിറ്റ് വരുന്ന ഒരു ടോൾ കേക്ക് ചെയ്യാം. ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് നട്ടി ബബിളാണ്. വളരെ റിച്ച് ഫില്ലിങ്സോട് കൂടിയാണ് ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാനൊരു മെസ്സേജ് എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ദയവായി അതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കേക്ക് ബാറ്റർ തയ്യാറാക്കുമ്പോൾ ചേർക്കാനുള്ള ഒരു മിക്സ് തയ്യാറാക്കാം. അതിനായി 1/2 കപ്പ് ചൂട് പാല് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബൂസ്റ്റ് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ചൂട് പാൽ എടുക്കാൻ പറയുന്നത്. ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 kgക്കുള്ള മാവാണ് ഇട്ട് കൊടുത്തത്. പെട്ടെന്ന് അത് ഓർത്തില്ല. പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഒരു 1 kgയുടെ മാവ് കൂടി ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നിച്ച് ചെയ്താൽ മതി. അളവുകൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് എടുക്കാം. പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുമ്പോൾ കേക്ക് കുറേ കൂടി നല്ല പൊങ്ങി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് അത്യാവശ്യം വലിയൊരു ബൗളിലേക്ക് 8 മുട്ടയും 1 നുള്ള് ഉപ്പും 2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. മുട്ട നന്നായി ഒന്ന് പതഞ്ഞ് വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ ഒന്ന് മാറി നല്ല വെള്ള നിറമാകുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ കൂടി ചേർത്തിട്ട് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആകുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഓവർ ബീറ്റ് ആക്കണ്ട. ഓവർ ബീറ്റ് ആയാൽ ചിലപ്പോൾ ബാറ്റർ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് മിക്സ് ചെയ്യുന്നതിനിടയ്ക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കിയ ബൂസ്റ്റ് മിക്സ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ മാവ് ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ സ്പീഡിൽ ബാറ്റർ മിക്സ് ചെയ്യരുത്, എന്നാൽ മാവ് താഴ്ന്നു പോകും. പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. കുറേശ്ശെ മാവിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. അങ്ങനെ ഇത് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടീനിലൊഴിച്ച് ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 7 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അത് രണ്ടും ഹൈറ്റിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്യാം. അതിന് മുന്നേ എയർ ബബിൾസൊക്കെ നന്നായിട്ട് കളയാൻ ശ്രദ്ധിക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. കേക്ക് വെറ്റ് ചെയ്യുന്നതിനായിട്ട് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടിയും
മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്ന ക്രീമിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി കേക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് കേക്ക് തണുത്തതിന് ശേഷം ഓരോ കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിലേക്ക് ഒരല്പം ക്രീം കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ലെയർ വെച്ച് ഒന്ന് നന്നായി വെറ്റ് ചെയ്യാം. ക്രീം കൊടുത്ത് ലെവൽ ചെയ്യാം. ഫില്ലിങ്സ് ആയിട്ട് നട്ട്സും ബദാമും വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റുമാണ് എടുത്തിട്ടുള്ളത്. നട്ട്സും ബദാമും ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ചേർക്കാം. ഇതിന് മുകളിലേക്ക് ഒന്നുകിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇത്രയും ഫില്ലിങ്സ് ചേർക്കുമ്പോൾ തന്നെ നല്ല റിച്ച് ടേസ്റ്റാണ് ഈ കേക്കിന് കിട്ടുന്നത്. ഇനി എല്ലാ ലെയറും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഫൈനൽ ലെയർ വെച്ച് കൊടുത്തു. ഇനി കേക്ക് ചരിയാതിരിക്കാനായിട്ട് കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് 1-2 സ്റ്റിക്ക് കൂടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്രം കോട്ടും ഫിനിഷും ചെയ്യാൻ പറ്റും. കേക്ക് ക്രം കോട്ട് ചെയ്യാം. ഇതുപോലെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഭാഗമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് മുറിച്ച് മാറ്റാം. എന്നാലേ ടോൾ കേക്ക് നല്ല ഷേപ്പിൽ കിട്ടത്തുള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്ന ടിന്ന് ഒരെണ്ണം 1/4 ഇഞ്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുറിച്ച് മാറ്റുന്നത്. ക്രം കോട്ട് ചെയ്യുമ്പോൾ എല്ലാ വശവും സ്പാച്ചുല കൊണ്ട് നല്ല അമർത്തി തന്നെ ക്രം കോട്ട് ചെയ്യാൻ ശ്രമിക്കണം. ക്രം കോട്ട് ചെയ്തിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കേക്കൊന്ന് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഈ കേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അരമണിക്കൂറെങ്കിലും കേക്ക് സെറ്റാകാനായിട്ട് വെക്കണമെന്ന് പറയുന്നത്. കേക്ക് സെറ്റായതിന് ശേഷം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പൈഡർമാൻ തീമിലെ കേക്കാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.